ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 15 ഇക്കച്ചിയുടെ ബർത്ത്ഡേ ആണ് എന്നുള്ളത്. അപ്പോൾ ഇക്കച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ച് ലോങ് വീഡിയോ ആയിട്ട് ആഡ് ചെയ്തതിന് ശേഷം തോന്നുവാണെങ്കിൽ ഷോർട്സ് ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണേ. ഫസ്റ്റ് ഞാൻ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ലവ് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കൈ തയ്യൽ തയ്ക്കുന്ന സൂചി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം റെഡ് കളറിലെ നൂല് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തച്ച് അതിനെ ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ടേ. ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ, അതായത് ലവിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഒരേ രീതിക്കുള്ള, അതായത് ഒരേ എണ്ണത്തിലുള്ള സുഷിരങ്ങളായിരിക്കണം നമ്മൾ ഇട്ടിട്ടുണ്ടാവണ്ടേ. ഓട്ട എന്നാണ് പറയുക, ഞാൻ കുറച്ച് ആധികാരികമായി പറഞ്ഞതാണ് സുഷിരങ്ങൾ എന്ന്. വെള്ളി വീഴാത്തത് ഭാഗ്യം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തച്ച് അതിനെ ആ ഒരു ഷേപ്പിലോട്ട് എത്തിക്കാവേ. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്നാണ് കേട്ടോ എഴുതണേ. അതുകൂടെ എഴുതി നമുക്കതിനെ മാറ്റി വയ്ക്കാവേ. ഇതേപോലെ ഞാൻ വേറൊരു കാർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ഇതേപോലെ ഡോട്ട്സും ലൈൻസും വരച്ചു കൊടുത്ത് ഒന്നധികം അലങ്കരിക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ഞാൻ പേഴ്സണലായിട്ട് കുറച്ച് മെസ്സേജാണ് കേട്ടോ എഴുതണേ. എന്ന് പറഞ്ഞാൽ ഇക്കച്ചിയോട് എനിക്ക് പറയാനുള്ള പേഴ്സണലായിട്ട് പറയാനുള്ള സംഭവങ്ങൾ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ കാണിക്കണില്ല, അത് ഞാനപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പറഞ്ഞത് ഇക്കച്ചിയുടെ ബർത്ത്ഡേ, അതായത് ബർത്ത്ഡേ മന്ത് സെപ്റ്റംബറിൻ്റെ ഒരു ചെറിയൊരു കലണ്ടർ പോലെ ഒരു സംഭവം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതുകൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ദേ അതും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 കൂടെ ഒരു കവറിനകത്ത്, നമ്മൾ കാർഡ്സൊക്കെ ഇട്ടിരിക്കുന്ന കവറുണ്ടല്ലോ, അതുപോലൊരു കവർ ഉണ്ടാക്കിയിട്ട് അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇട്ടിട്ട് നമുക്ക് ചെറിയൊരു സീലിൻ്റെ പരിപാടി ഉണ്ട് ഇതിൻ്റെ ബാക്കിയായിട്ട്. അത് ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ. ഇട്ട് വെച്ചു. അതിൻ്റെ മണ്ടയിൽ ഞാൻ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഇട്ട്, ഗ്ലിറ്റേഴ്സ് അല്ല, മറ്റേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് എടുക്കുന്ന മിനുക്കം പോലത്തെ സംഭവം ഉണ്ടല്ലോ, മിനുക്കത്തിൻ്റെ പൊടിയല്ല, അതുപോലത്തെ ഒരു സാധനം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സംഭവമാണ്. എനിക്ക് അതിൻ്റെ പേരറിയാൻ പാടില്ല. അത് ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഗ്ലൂ ഗണ്ണ് ചൂടാക്കിയിട്ട് ഇതേപോലെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ആ ഒരു സംഭവം കവർ ചെയ്ത് വരത്തക്ക രീതിക്ക് ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പെയിൻറ്റിൻ്റെ ഒരു കുപ്പി, അതായത് ഗ്ലാസിൻ്റെ സംഭവം, ഗ്ലാസ്സുമായിട്ട് ഈ ഗ്ലൂ ഗണ്ണ് ഒട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെയിൻറ്റിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ അതിൻ്റെ മണ്ടയിലോട്ട് വെച്ച് കൊടുക്കണേ. അത് നല്ലോണം പ്രസ് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു ഗ്ലൂ നല്ലോണം ഉണങ്ങിയതിന് ശേഷം ആ ബോട്ടിലെടുത്ത് മാറ്റുമ്പോഴത്തേക്കും ഇതേപോലെ സീല് പോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തു. ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി പരിപാടി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൂവ് ഉണ്ടാക്കാൻ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബേബിയുടെ ഒരു ടോയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു റൗണ്ട് ഷേപ്പ് ഞാൻ വരച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം പൂവിൻ്റെ ഇതൾ വേറൊരു ഷേപ്പിൽ, അതായത് നോർമലി നമ്മൾ പൂവിൻ്റെ ഇതൾ വരച്ചെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ ഞാൻ വരച്ചെടുത്തിട്ട് അതുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് 2 ഐഡിയ ഉണ്ട്. അതിലേത് പൂവാണ് നന്നായിട്ട് വരികയെന്ന് വെച്ചാൽ അത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. ഏതെങ്കിലും ഒരെണ്ണം പാളുമെന്ന് എനിക്ക് കൺഫേമാണ്. ഞാൻ എന്ത് ചെയ്താലും പാളും. അതുകൊണ്ട് ഞാൻ 2 ചെയ്തെടുക്കുന്നുണ്ട്. 2 രീതിക്കുള്ള 2 പൂവാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വരച്ചെടുത്തിട്ട് അത് ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ടേ. ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ റെഡ് പെയിൻറ്റ് മിക്സ് ചെയ്ത വെള്ളമാണ് കേട്ടോ ടിഷ്യൂ പേപ്പറിലോട്ട് ഇതേപോലെ ഇട്ടിച്ച് കൊടുക്കണേ. ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഉണക്കാനായിട്ട് വെക്കാം. ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം ഉണങ്ങി വരണം. ഞാൻ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ട് കുറച്ച് ഇലയും തണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പർ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇളക്കിയെടുക്കാവേ. ഇതിൽ നിന്ന് ഞാൻ പ്ലാസ്റ്റിക് കവറിൽ വെക്കുന്നത് എന്താ വെച്ചാൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. വേഗം നല്ലോണം വെള്ളം പിടിച്ചിട്ട് ഉണങ്ങി കിട്ടും. മറ്റേത് 2 ദിവസമൊക്കെ വെക്കേണ്ടി വരും. ഇത് ഒരു രാത്രി വയ്ക്കുമ്പോഴത്തേക്കും തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക് ഇതിൽ തന്നെ മാക്സിമം വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഇതേപോലെ ഇളക്കിയെടുക്കാം. പക്ഷേ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമേ കളർ പിടിച്ചുള്ളൂ, അപ്പുറത്തെ സൈഡിൽ കളർ പിടിച്ചില്ല. അതിന് എൻ്റെ അടുത്ത് വേറൊരു ഐഡിയ ഉണ്ട്. നമുക്ക് തൽക്കാലം ഇത് ഇളക്കിയെടുത്ത് മാറ്റി വയ്ക്കാവേ. അപ്പോൾ ഇതേപോലെ ഞാൻ മാറ്റി വെച്ചിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഇതളുകളുണ്ടല്ലോ, അതെല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ ആ റൗണ്ട് നമ്മൾ വരച്ചെടുത്ത ആ ഒരു സൈഡിൽ ഇതേപോലെ വെച്ചിട്ട് ഒന്നിൻ്റെ മണ്ടയിൽ ഒന്നായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് റോയിൽ നമ്മൾ ഇത് ഫെവിക്കോൾ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സെക്കൻഡ് റോയിൽ നമ്മൾ ഫെവിക്കോൾ തേച്ചാൽ മതി. ഇതേപോലെ ഞാൻ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം
രണ്ടാമത്തെ റോയിലാണ് കേട്ടോ ഞാൻ ഫെവിക്കോള് തേച്ച് കൊടുക്കണേ. ഫെവിക്കോള് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് പഴയതുപോലെ തന്നെ ഇതളുകൾ വെച്ച് ഒട്ടിച്ചെടുക്കാവേ. അപ്പോൾ അതവിടെ ഇരുന്ന് ഉണങ്ങി സെറ്റാവുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഞാൻ പൂവിൻ്റെ കമ്പിന് വേണ്ടിയിട്ട് ഈർക്കിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈർക്കിലിന് ചുറ്റിലും ഞാൻ ഗ്രീൻ കളറിലെ പേപ്പർ ചുറ്റി കൊടുക്കുന്നുണ്ടേ. ചുറ്റി കൊടുത്തിട്ട് അതവിടെ ഉണങ്ങാൻ വെച്ചിട്ട് മറ്റേ പൂവിൻ്റെ പരിപാടിയിലോട്ട് പോവുകയാണ്. ഇതേപോലെ ഇതെല്ലാം എടുക്കുക, അതിൻ്റെ സൈഡിൽ ഇതേപോലെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക, ഒന്നിൻ്റെ മണ്ടയിൽ ഒന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. തുമ്പ് മാത്രം, സൈഡ് മാത്രം ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് ഉണങ്ങി സെറ്റാവണവരെ വെയിറ്റ് ചെയ്യണേ. പറയാൻ വിട്ടുപോയി, ഇതേപോലെ ഇതെല്ലാം തുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. ഈ ഇറുക്കിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, ഒരു കമ്പോ ചെറിയ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ചുരുട്ടിയെടുക്കണമേ. അത് വിട്ടുപോയതാണ് ഞാൻ. ഇതേപോലെ ഞാൻ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് ഈ ഒരു കമ്പിൽ ഞാൻ റെഡിൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ മുകൾ ഭാഗത്ത് ചുരുട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല, ചുമ്മാ ലാഗ് അടുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒട്ടിച്ച് ഇതേപോലെ എടുത്തതിന് ഞാനിതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവിക്കോളിൻ്റെ ആവശ്യം വരത്തില്ല, ടിഷ്യൂ പേപ്പർ നൈസ് ആയതുകൊണ്ടും മറ്റേ ഫെവിക്കോൾ കുറച്ച് അതിൽ ബാക്കി നിൽക്കുന്നുണ്ടും ചുരുട്ടി കൊടുത്താൽ മതി, അതങ്ങോട്ട് പിടിച്ചോളും. അപ്പോൾ ഞാനിതേപോലെ ബാക്കിയും കൂടെ ചുരുട്ടി എടുക്കട്ടെ. ഒട്ടിച്ചു കൊടുത്തെടുത്തപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതൊന്ന് സെറ്റ് ആവട്ടെ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ബ്ലറായി പോകുന്നുണ്ട്, സൂം ഔട്ടായി പോകുന്നുണ്ട്, അല്ലല്ലോ ഫോക്കസ് ഔട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് സെറ്റാവട്ടെ. അതവിടെ ഇരുന്ന് ഒട്ടി സെറ്റാവുന്ന സമയം കൊണ്ട് ഞാനിതേപോലെ തണ്ടിലെടുത്തതിൻ്റെ ബാക്കി ഗ്രീൻ പേപ്പറിനെ ഈ ഒരു ഷേപ്പിൽ, അതായത് നമ്മുടെ റോസാപ്പൂവിൻ്റെ താഴെ ഒരു വി ഷേപ്പ് പോലെ ഇങ്ങനെ വരത്തില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം, അതിനായിട്ട് ഞാൻ വെട്ടിയെടുത്താണ്. വെട്ടിയെടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് സൈസ് ലേശം വലുതായി പോയിന്ന്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സൈസ് കുറച്ചിട്ട് അതും അവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ 2-3 ഇലയും കൂടെ അതിനകത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടേ. ഒരു മൊട്ട് ചെയ്യാൻ നോക്കിയിട്ട് അത് ലാസ്റ്റ് ചെമ്പരത്തിപ്പൂവിൻ്റെ മൊട്ട് പോലായി. എന്നാലും ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് മറ്റേ പൂവിൻ്റെ കാര്യം നോക്കാം. അത് ദേ ഇവിടെ ഉണങ്ങി ശരിയായി സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിലോട്ട് ഞാനൊരു ഗ്രീൻ ഷെയ്ഡിലെ പേപ്പർ അവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇവിടെ ഇതേപോലെ 2 പേപ്പർ എടുത്തിട്ടുണ്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കണേ. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈർക്കിലിനകത്ത് പച്ച പേപ്പർ എടുത്ത് കളർ പേപ്പർ ഒട്ടിച്ചെടുത്തതിന് ശേഷം ആ ഒരു സംഭവത്തിനകത്ത് വട്ടം ഇട്ടിട്ട്, അതായത് ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്ത് ഈർക്കിൽ കുത്തി വെക്കണം കേട്ടോ. വെച്ച് ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്കും ഇതാണ് ഫൈനൽ ലുക്ക് പറഞ്ഞത്. ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ കുറേയൊക്കെ വീഡിയോസ് എടുക്കാണ്ട് പോയി, കാരണം തിരക്ക് പിടിച്ച് ചെയ്തതാണ്. ആകെ എനിക്കൊരു ദിവസം എൻ്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വെപ്രാളത്തിൽ ചെയ്തതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഈ റോസാപ്പൂ ഇഷ്ടമായി, ഇതിലേത് റോസാപ്പൂ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഞാനതവിടെ ചെയ്ത് വെച്ചതിന് ശേഷം ഉണങ്ങാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരം അതിനകത്ത് ആ ബേബിയുടെ ടോയുടെ ഹോളിനകത്ത് തന്നെ വെച്ചിട്ട് കുറച്ച് നേരം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങി സെറ്റ് ആവട്ടെ. കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ റോസാപ്പൂവിൻ്റെ ബൊക്കെ ചെയ്താലോ എന്നൊരു ഐഡിയ വന്നത്. അങ്ങനെ ഉമ്മച്ചി മടത്തറ പോയപ്പോഴത്തേക്ക് ഞാൻ റെഡ് കളറിലൊരു റിബൺ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ മേടിച്ചുകൊണ്ടുവന്ന റിബണിന് ഞാൻ ഒരേ സൈസിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതേ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 തുമ്പും അതിൻ്റെ ഇപ്പുറത്തെ തുമ്പിൽ കൊണ്ടുവന്ന് ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ട് ആ ട്രയാങ്കിൾ ഷേപ്പ് വന്നല്ലോ, ട്രയാങ്കിളിൻ്റെ 2 സൈഡും ഇതേപോലെ സെൻറ്റർ പോർഷനിലോട്ട് ഒട്ടിച്ചെടുത്തു. നിങ്ങൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ ഇങ്ങനെ കാണിക്കാത്തത്. നിങ്ങൾക്ക് ബോറടിക്കുന്നു വിചാരിച്ചിട്ട്. റോസാപ്പൂ ഉണ്ടാക്കുന്ന ഒത്തിരി വീഡിയോസ് പല ചാനലിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ ഞാൻ അതിനെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഒരു പൂവിൽ ഒരു 20 ഇതളാണ് കേട്ടോ വിചാരിക്കണേ. ഇതേപോലെ ഇതളുകളെ തമ്മിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്തതിനെ ഒരു കമ്പിലോട്ട് നമുക്ക് ചുറ്റിയെടുക്കണം. ഞാൻ സ്റ്റിക്കൊന്നും മേടിക്കാൻ പോയില്ല, കിട്ടിയൊരു കർവ് കമ്പിൽ ഇതേപോലെ ചുറ്റിയെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബ്ലാക്ക് പേപ്പറിലെ ചാർട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ചാർട്ട് എടുത്തതിന് ശേഷം അതിനകത്ത് ഗോൾഡൻ കളർ ഇതേപോലെ തുമ്പിലിങ്ങനെ അടിച്ചു കൊടുത്തിട്ട് അതിനകത്ത് പൂവും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതും ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം ഇത് ഏറെക്കുറെ ഞാൻ 6 മണിക്കൂർ പുറത്തിരുന്നാണ് കേട്ടോ ചെയ്തത്. കാരണം ഇതിനിടയിൽ എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ വന്നതുകൊണ്ട് അതിന് വേണ്ടി പോകേണ്ടി വന്നു. അപ്പോൾ ബാക്കി സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഞാൻ ഇക്കച്ചിക്ക് ചെറിയൊരു സംഭവം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സാണ് കേട്ടോ, ഒരു ചെറിയൊരു ടീഷർട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കുട്ടി കഷ്ണത്തിന് കാരണം ഒരു നിവൃത്തിയില്ല, എന്തോ ഒരു ഉപദ്രവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയാൻ പാടില്ല. കടി തന്നെ. ഇതേപോലെ ഒരു ബോക്സ് എടുത്തതിന് ശേഷം ഞാൻ ഇക്കച്ചിയുടെ ടീഷർട്ട് അതിനകത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇക്കച്ചിക്ക് കസിയോടൊരു വാച്ച് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ, അതുകൂടെ ഞാൻ ഇതേപോലെ സൈഡിൽ വെക്കുന്നുണ്ട്.
വെച്ചതിന് ശേഷം നമ്മൾ ചെയ്തെടുത്ത ആ 3 റോസാപ്പൂ ഉണ്ടല്ലോ, അതും ലെറ്റേഴ്സും ഇതിനകത്ത് വെച്ചിട്ട് ഞാനത് പാക്ക് ചെയ്തെടുക്കുകയാണേ. മറ്റേ ഗിഫ്റ്റ് റാപ്പ് ചെയ്യണ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ മെനയൊന്നും ഉണ്ടാവില്ല, തട്ടിക്കൂട്ട സെറ്റപ്പാണ്, എന്നാലും ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തെടുത്തു. അതെല്ലാം കൂടെ ഞാൻ ഇക്കച്ചിക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് ഇക്കച്ചി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാൻ പാടില്ല. ടീഷർട്ടും വാച്ചും പുള്ളി എക്സ്പെക്റ്റ് ചെയ്തൊരു സംഭവമാണ്. പക്ഷേ അതിനകത്തുള്ള ലെറ്ററും ഈ ബൊക്കയും പുള്ളി തീരെയും പ്രതീക്ഷിച്ചൊരു സംഭവമല്ല. ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ ചെയ്ത് വെച്ച സംഭവങ്ങളാണ്. ഈ സംഭവങ്ങളൊന്നും കിട്ടിയതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇക്കച്ചിക്ക് ആ പൂ നല്ലോണം ഇഷ്ടമായിട്ടു. ഞാൻ ചെയ്തെടുത്ത ഇക്കച്ചിക്ക് ഞാനിതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇക്കച്ചാണെന്നുണ്ടെങ്കിൽ പുള്ളി സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ച് തന്ന്, ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി, ഇഷ്ടമുള്ള ഫുഡ് മേടിച്ച് തന്നൊക്കെയാണ്. ഞാൻ എൻ്റെ ഇഷ്ടം എക്സ്പ്രസ് ചെയ്യണത് ഇതേപോലെ ലെറ്റേഴ്സൊക്കെ എഴുതി പൂവൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് കേട്ടോ എക്സ്പ്രസ് ചെയ്യണേ. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും ലവ് ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കത്തില്ല ഇക്കച്ചിയുടെ ഫേസിൽ നിന്ന് വരിക. ഇക്കച്ചി എക്സ്പെക്റ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കില്ല എൻ്റെ ഫേസിൽ നിന്ന് വരിക. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ രണ്ട് സംഭവം ഇഷ്ടമാണ്. ഇക്കച്ചിക്ക് വേണ്ടി ഞാനിങ്ങനെ ചെയ്യുന്നത് ഇക്കച്ചിക്ക് ഇഷ്ടമാണ്, ഇക്കച്ചി എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക് വേൾഡിൽ നിന്ന് കേക്ക് മേടിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണേ. ഇത് ഞങ്ങൾ നെയ്യാർ ഡാമിൽ പോണ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, 15-ാം തീയതി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വന്ന നെടുമങ്ങാട് കേക്ക് വേൾഡിൽ നിന്നാണ് കേട്ടോ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇക്കച്ചിയുടെ വീട്ടിൽ പോയാണ് കട്ട് ചെയ്തത്. കാരണം എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നില്ല, ഗൊപ്പു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗൊപ്പുവിന് ഇന്ന് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. ഗൊപ്പു ടീച്ചറാണ് കേട്ടോ സ്കൂളിലെ. അപ്പോൾ ഗൊപ്പുവിന് പോകണം, അതുകൊണ്ട് വീട്ടിൽ പിന്നെ ആരും ഉണ്ടാവില്ല, അവിടെ പോയി കട്ട് ചെയ്തിട്ടും കാര്യമില്ല വിചാരിച്ചിട്ട് ഇക്കച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇക്കച്ചിയുടെ ഉമ്മാക്കും അപ്പാക്കും ഇക്കച്ചിയുടെ ബർത്ത്ഡേ ഈ മാസമാണെന്ന് അറിയാം, പക്ഷേ ഡേറ്റൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ ഓർത്ത് വയ്ക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. എൻ്റെ അമ്മയും മറന്നു പോകും എൻ്റെ ബർത്ത്ഡേ എന്നാണ് നൂലും എൻ്റെ അമ്മയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല. കേക്ക് ഇഷ്ടമല്ലാത്ത കണ്ണൻ ഇന്ന് ഡാഡായുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു പീസ് കേക്ക് കഴിച്ചു. എന്നിട്ട് ഹാപ്പി 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 പറയുന്നുണ്ട്. പക്ഷേ ബർത്ത്ഡേ പുറത്ത് പറഞ്ഞില്ല, ഹാപ്പി മാത്രമേ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ടൈം ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യണ ഒരു കേക്കാണ് കേട്ടോ ഇത്. കേക്ക് വേൾഡിൽ ഓൾമോസ്റ്റ് ഒത്തിരി കേക്ക്സ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ കേക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യണേ. ഞങ്ങൾ 1/2 kg മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം അത് അത്ര കഴിക്കാൻ വേണ്ടിയിട്ടേ ആളുണ്ടായിരുന്നുള്ളൂ. പിന്നത്തേക്ക് കേക്ക് വെച്ചാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ വിട്ട് പോകും എന്നുള്ളത് കൊണ്ട് ആ ടൈമിൽ കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കേ ഉണ്ടായിരുന്നുള്ളൂ. കട്ട് ചെയ്ത് അവർക്ക് 2 പേർക്കും കൊടുത്തു, ഞാനും ഇക്കച്ചിയും കഴിച്ചു. ബേബി പിന്നെ കഴിച്ചില്ല. അതിൻ്റെ ബാക്കി കുറച്ച് പീസ് ഞങ്ങൾ ഗൊപ്പുവിനും കൊണ്ടുവന്ന് കൊടുത്തു. ഗൊപ്പും കഴിച്ചു. ഗൊപ്പുവിന് ചോക്ലേറ്റ് ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഇത്രയൊക്കെ ചെയ്തുള്ളൂ. ഇതിലെൻ്റെ ഇക്കച്ചി ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങളുടെ ഫാമിലി ഹാപ്പിയാണ്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് ഇഷ്ടമായോ, ഞാൻ കൊടുത്ത സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഞാൻ ചെയ്ത പൂവും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ ബേബി ബൈ ബൈ സി യു പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ നെയ്യാർ ഡാമല്ലല്ലോ കോട്ടൂർ പോയ വീഡിയോ പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ടി വിയിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ ബൈ സി യു ഗായ്സ്.